ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഒരു 20 മിനിറ്റ്സ് യോഗ സെഷനിലൂടെയാണ്. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസമായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും സ്കിൻ കെയർ റുട്ടീനും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് കുറേ ദിവസമായി ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റുട്ടീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവൻ നമ്മൾ ക്യാമറ പല സ്ഥലത്തും പ്ലേസ് ചെയ്ത് അതെല്ലാം ക്യാപ്ചർ ചെയ്ത് ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരുപാട് കമൻസും റിക്വസ്റ്റും ഒക്കെ വരുന്നുണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നേരം മടി മാറ്റി വെച്ച് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ടായിട്ട് ചെയ്ത യോഗയാണ്. യോഗ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ഞാൻ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടും അല്ലെങ്കിൽ കാർഡിയോ ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ തോന്നിയതുകൊണ്ട് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ആനിമൽ ഫ്ലോയും അതുപോലെ കുറച്ച് സ്ട്രെച്ചിങ് റുട്ടീനും ഒക്കെയാണ്. ഒരു 20 മിനിറ്റ്സ് അത്രയാണ് യോഗ ഞാൻ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 സെറ്റ് സൂര്യ നമസ്കാരം ഒക്കെ ചെയ്തപ്പോൾ തന്നെ ബോഡി നല്ല പോലെ ഒരു എന്താ പറയുക നമുക്കൊന്ന് റിലാക്സ്ഡ് ആയതുപോലെ തോന്നി. നമുക്ക് ഈ യോഗ ചെയ്യുമ്പം ഭയങ്കര സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളാണ് യോഗ. പവർ യോഗയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ യോഗ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ പേസ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വേർക്കോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അത് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബോഡി നല്ല പോലെ ഇങ്ങനെ ഒരു അയഞ്ഞതുപോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ആ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി നമ്മുടെ ബോഡി നല്ല പോലെ റിലാക്സ്ഡ് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നൈറ്റിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. കാരണം വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആ ഒരു റെസിപ്പി തന്നെയാണ്. ഞാനിത് ഏത് ചാനലിൽ കണ്ടിട്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടനില്ല, ആ ചേട്ടൻ്റെ പേരെൻ്റെ അടുത്ത് മറന്നുപോയി. നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വരാറില്ലേ, അപ്പോൾ ആ ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിൽ കോക്കനട്ടൊന്നും ആഡ് ചെയ്യാണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതാണ് ഇന്ന് കടലക്കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ പുട്ടമ്മ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് വേറെ പണികളുണ്ട്. കാരണം ഇന്ന് ക്ലീനിങ് ഡേ ആണ്. അപ്പം എന്താ പറയുക, തുടയ്ക്കണം, മടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം. അതിന് ശേഷം മാത്രമേ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഞാനിതുവരെ ഫാസ്റ്റിംഗ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. 10 o'clockനാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോർമലി ഞാൻ 8-16 പാറ്റേൺ ഫോളോ ചെയ്യുമ്പം ഏകദേശം ഒരു 9 o'clock 9:30 ഒക്കെ ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കലറി ബേൺ ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിനുശേഷം എക്സാക്ട് 10 AM ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലർ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് മോർണിംഗിൽ എന്താ പറയുക ഈ സോക്ക്ഡ് ആൽമണ്ട്സും അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന കാണാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടായിരിക്കും അവർ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരം എനിക്ക് ടൈമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് റുട്ടീനിലോട്ട് കടന്നു. ആദ്യം അടിച്ചു വാരി തുടച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീറ്റ് ടെക്നിക്കിൽ പെടുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനിസിസ്. ഇതൊന്നും നമുക്ക് എക്സസൈസിൽ പെടുന്ന കാര്യമല്ല. പക്ഷേ എന്നാലും നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് വഴി എക്സ്ട്രാ കലറീസ് ബേൺ ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ദിവസം വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ദിവസം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ്ലി ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കലറി ബേൺ ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നീറ്റ് നിങ്ങൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുളിച്ചു. പിന്നെ സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിച്ചാണ് ഞാനിത് ചെയ്യാനായിട്ട്. പലപ്പോഴും എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള റുട്ടീനില്ല. പക്ഷേ എന്നാലും ഇപ്പം മാക്സിമം ഒരു 80% ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പം ഞാൻ സീറവും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളും എന്നെപ്പോലെ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ മടിച്ചായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. എന്താ പറയുക, സൺസ്ക്രീന്. അപ്പം ഇപ്പോൾ സമ്മറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലുള്ള സൺസ്ക്രീൻ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ പുറത്ത് പോയാലും നിങ്ങൾ വീട്ടിനകത്താണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. അപ്പോൾ ചില ദിവസങ്ങൾ ഭയങ്കര മടിയുള്ള ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സീറോ മോയ്സ്ചറൈസറൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ലിപ് ബാമും. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. കഴിയെങ്കിൽ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു 30+ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു 20 ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പിഗ്മെൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി അറ്റ്ലീസ്റ്റ് ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒരു 30+ ആകുമ്പോഴെങ്കിലും നിങ്ങൾ സ്കിന്നിനെ ശ്രദ്ധിച്ച് തുടങ്ങുക. എന്നെപ്പോലെ മടിച്ചാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 80% പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക.
അപ്പോൾ 10 AM ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്കായി. പുട്ടും കടലയാണ് ഞാൻ കഴിച്ചേക്കുന്നത്. ഒരു ബൗള് കടലക്കറിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് പുട്ടുമാണ് ഞാൻ കഴിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. അപ്പോൾ ഒരു 11:30 ആകുമ്പം എൻ്റെ ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ കഴിച്ചിരിക്കുന്നത് മാംഗോ ജ്യൂസാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഫ്രൂട്ട്സൊക്കെ തന്നെ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജ്യൂസസ് കുടിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഷുഗറൊന്നും ഇടാതെ ഇതുപോലെ ജ്യൂസസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഞാൻ എപ്പോഴും റൈസ് തന്നെയാണ് ഉച്ചയ്ക്ക് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ നിർബന്ധമാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. എന്ത് ഡയറ്റ് ആണെങ്കിലും ചോറ് കഴിക്കണം നിർബന്ധമാണ്. അപ്പോൾ ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ചക്കയുടെ തോരൻ എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങയിലയും അതുപോലെ തന്നെ പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണത്, പിന്നെ ഒരു ചെറിയൊരു പീസ് എഗ്ഗും. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. വെയിറ്റ് കൂടുന്നുള്ള പേടി കൊണ്ട് ആരും റൈസ് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പോർഷനിലൊക്കെയാണ് നമുക്ക് എല്ലാ ദിവസവും റൈസ് നമ്മളുടെ മീലിനകത്ത്, നമ്മുടെ ഒരു ഡെയിലി ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിയുന്നത് നിങ്ങൾ ബ്രൗൺ റൈസ്, അതായത് ഈ തവിടുള്ള അരി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് റൈസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ രാവിലെ എന്താണോ കഴിച്ചത് സെയിം കാര്യം തന്നെ നമുക്ക് ഉച്ചയ്ക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു റോ സാലഡോ അല്ലെങ്കിൽ ഇതുപോലെ തോരനോ, നമ്മൾ ബീട്രൂട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ സീസണലായിട്ട് നമുക്ക് ചക്കയൊക്കെ കിട്ടും. അപ്പോൾ ചക്കയുടെ തോരനോ അല്ലെങ്കിൽ ബീട്രൂട്ട് തോരനോ ക്യാരറ്റ് തോരനോ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഒരു തോരൻ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റോ സാലഡ്സ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി ആഡ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾ കറി തന്നെയാണ് എടുത്തേക്കുന്നത്. മുരിങ്ങയിലയും അതുപോലെ തന്നെ ദാലും ചേർത്തിട്ടുള്ള കറിയാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് കറി കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറി കഴിക്കാം, സാമ്പാർ കഴിക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കഴിക്കാം. പ്രോട്ടീൻ എന്തായാലും ഉച്ചയ്ക്കത്തെ മീലിനകത്ത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ലഞ്ചിൻ്റെ ടൈമിംഗ് നിങ്ങൾ കണ്ടല്ലോ, 2:30 ഞാൻ ഇന്ന് ലഞ്ച് കഴിച്ചത്. കാരണം ആ ഒരു മാംഗോ ജ്യൂസും വെള്ളവും ഒക്കെ കുടിച്ചത് കാരണം എനിക്ക് ഒട്ടും തന്നെ വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്താ പറയുക, ലഞ്ച് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് സ്നാക്കും ടീ ഒന്നും തന്നെ വേണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈവനിങ് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു ചെറിയ ഇവിടെ അടുത്ത് വരെ പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ ഡയറക്റ്റ് ഡിന്നർ കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിന്നർ ഏകദേശം 5:30 ആകുമ്പോൾ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നർ മീലാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫ്രഷ് ആയിട്ട് ചപ്പാത്തി പ്രിപ്പയർ ചെയ്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. എഗ്ഗ് ചപ്പാത്തി റോളാണ് ഞാൻ കഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കോമൺ ആയിട്ടുള്ളൊരു മീലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇനി ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഓംലെറ്റ് ഉണ്ടാക്കുക. ഓംലെറ്റിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി വെക്കുക, റോൾ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഇത് റിച്ച് ആക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസും ക്യാരറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് സവാള, പച്ചമുളക്, കുരുമുളക്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഓംലെറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. 2 എഗ്ഗാണ് ഓംലെറ്റിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഡിന്നർ മീലാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിന്നർ മീലാണ്. അപ്പോൾ ഇന്നത്തെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇവിടെ ഫിനിഷ് ആവാണ്. ഞാൻ 8-16 പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്. കുറച്ച് മീൽസിന്റെ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി, അതായത് ലഞ്ച് കഴിച്ച സമയമൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈവനിങ് സ്നാക്കൊക്കെ മിസ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ കറക്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു 5, അതായത് മെയിൻ 3 മീൽസും ഇടയ്ക്ക് 2 സ്നാക്കും വരുന്ന രീതിയിൽ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് 8-16 ആണ്. ഇതേപോലെ തന്നെ 10-14 പാറ്റേൺ, 12-12 പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ ഫാൻസി ഐറ്റംസ് ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ സാധാരണ കുക്ക് ചെയ്യുന്ന ആഹാരങ്ങൾ തന്നെ ബാലൻസ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പ്രോട്ടീൻ എല്ലാ മീൽസിലും ആഡ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും പ്രോട്ടീൻ മസ്റ്റ് ആണ്, അത് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ഡിന്നർ മീലാണ് നമ്മൾ ഇനി രാവിലെ വരെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള മീൽ തന്നെ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 6 PM എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഹെർബൽ ടീ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാം. ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവാത്ത രീതിയിലുള്ള ഡ്രിങ്കുകളൊക്കെ തന്നെ നമുക്ക് കുടിക്കാം. ചിലരൊക്കെ ഈ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാതിരിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളം നല്ലപോലെ കുടിക്കണം. ഇത് നമ്മളിങ്ങനെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ഫാസ്റ്റിംഗ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോയിലും മീറ്റിംഗ് വിൻഡോയിലും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു അലൗഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ അത് നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. 0 കലോറി ഡ്രിങ്ക് ആണ്. അപ്പോൾ അത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഞാൻ കുടിക്കും. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് 8-16 പാറ്റേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനിയും ഞാൻ വേറെ ഏതെങ്കിലും ഒരു പാറ്റേണും കൂടെ ഇതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയി ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.